നന്ദി ദീപ. പാലായെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ മേലുകാവുമറ്റത്തെ ഗ്രാമീണ മനസാക്ഷിയെ പ്രകമ്പനം കൊള്ളിച്ച നരാധവന്മാരായ 4 പ്രതികളെയും കോടതി വളപ്പിൽ എത്തിച്ചു കഴിഞ്ഞു. ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. കണ്ടിട്ട് അവന്മാരുടെ മോന്തയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവന്മാർക്ക് കിട്ടാനുള്ളതേ കോടതി കിട്ടിക്കും. ഈ റിമോട്ടിംഗ് ആവശ്യം. അലീന ചേച്ചി ഇത് കാണുന്നുണ്ടോ? എങ്ങനെ സഹിക്കും? എന്ത് സഹിക്കാൻ? ചേച്ചിയുടെ കൂടപ്പുറപ്പല്ലേ ഒരാള്. എന്നെ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചേച്ചിക്കൊരു മനപ്രയാസം ഉണ്ടാവത്തില്ലേ? എടി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണമെന്ന് തന്നെയാ അവളുടെ ആഗ്രഹം. ഒരു തവണ അവള് മാപ്പ് കൊടുത്ത് രക്ഷിച്ചവനല്ലേ പിന്നെയും ചെന്ന് കുഴപ്പത്തിൽ ചാടിയത്. അത് ശരിയാ. 4 പ്രതികളെയും പോലീസ് വാനിൽ നിന്നും ഇറക്കി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതികൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഏത് നിമിഷവും ജനക്കൂട്ടം അക്രമാസക്തരാകും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പോലീസ് അവരെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. രോക്ഷകരായ നാട്ടുകാർ ഇരുഭാഗത്തു നിന്നും കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറിയുന്നുണ്ട്. പ്രതികളെ കോടതി വരാന്തയിലേക്ക് കയറ്റി കഴിഞ്ഞു. പോലീസ് അവിടെ പ്രതികൾക്ക് ശക്തമായ ബന്ദോബസ്ത് ഒരുക്കിയിട്ടുണ്ട്. ക്രൈം നമ്പർ 3226 കൈതക്കൽ മാളിക വീട്ടിൽ ശിവശങ്കരൻ മേനോൻ മകൻ ഹരിശങ്കർ 20 വയസ്സ്. കടപ്പാട്ടൂർ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ മകൻ രോഹിത് ബാലചന്ദ്രൻ 20 വയസ്സ്. കൊല്ലപ്പള്ളി മാങ്ങാമറ്റത്തിൽ രാജശേഖരൻ മകൻ സനീഷ് 20 വയസ്സ്. തോട്ടത്തിൽ കൃഷ്ണകുമാർ മകൻ നരേൻ 21 വയസ്സ്. എന്താണോ കസ്റ്റഡി അപേക്ഷ പോലീസിന്. ഇന്നലെ മുതൽ കസ്റ്റഡിയിലല്ലായിരുന്നോ? ഇനിയും കസ്റ്റഡി വേണോ? തെളിവെടുപ്പ് പൂർണ്ണമായിട്ടില്ല സർ. പ്രതികൾ ഇത് മാത്രമല്ല സമാനമായ പല കുറ്റകൃത്യങ്ങളും മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയാണ് സാർ. സാർ, പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന എന്റെ കക്ഷികൾ നിരപരാധികളാണ്. മറ്റാരോ ചെയ്ത കുറ്റം ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം. കുറ്റം ചെയ്യാത്തവരെ കസ്റ്റഡിയിലോ ജയിലിലോ അയക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. അവരുടെ പ്രായം കണക്കിലെടുത്ത് അവരെ വിട്ടയക്കണമെന്ന് താഴ്മയായി. നിങ്ങൾക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഞങ്ങൾ നിരപരാധികളാണ് സർ. പോലീസ് നിങ്ങളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല. പരാതികളൊന്നുമില്ലല്ലോ? ഇല്ല സർ. പ്രതികളെ 4 പേരെയും 30 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കാൻ കോടതി ഉത്തരവിടും. പോലീസിന് വീണ്ടും ആവശ്യമെങ്കിൽ പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇറങ്ങി വാടാ, നമ്മൾ നിൽക്കേണ്ട കാര്യം വക്കീല് വരട്ടെ, പറഞ്ഞിട്ട് പോവാം. സോറി സാറേ, നമ്മൾ വിചാരിച്ച പോലെ തന്നെയാ. ജാമ്യം 30 ദിവസത്തെ റിമാൻഡ്. അപ്പം ഇനി അത് കഴിഞ്ഞ് നോക്കിയാൽ മതി അല്ലെ? വെറുതെ അല്ലല്ലോ സാറേ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള പെൺമക്കളെ പോലെ തന്നെയാ. ആ കേസ് വരുമ്പോ നമുക്ക് നോക്കാം. ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം. സബ് ജയിലിൽ പോയി അവിടുത്തെ സൂപ്രണ്ടിനെയും വാർഡനെയും ഒന്ന് കണ്ടേ. അവിടെ സെല്ലിൽ കിടക്കുന്ന തടവുകാരുടെ ഇടി കിട്ടാതെ നോക്കണ്ടേ? ശരി. വേറൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. വേറൊരു കേസും ആയിക്കോട്ടെ. ഓ ശരി ശരി. അയാൾക്ക് 100 കേസ് കാണും, അതിലൊരെണ്ണം മാത്രം ഇത്. നമുക്കാണല്ലോ വേവലാതി. നിന്നെയൊക്കെ ആര് സൃഷ്ടിച്ചാ? വാടകത്തില്ലായിരുന്നോടാ നിന്നൊക്കെ വീട്ടില്? ഇന്ന് മുതൽ പുതിയ വീട്ടിലാ താമസം. ആഹാരം കൃത്യസമയത്ത് കിട്ടും, നല്ല ഡിസിപ്ലിനും. എന്നാലും നല്ല കാര്യം അനുഭവിച്ചോ? ഇനി എന്തിനാ നിൽക്കുന്നത്? നമുക്കും പോവാം, സബ്ജിയിലേക്ക് പോണം. ഇതെങ്ങനെ പൊട്ടി? ആന്റി അങ്കിളെ കോടതിയിൽ പോയിരുന്നോ? പോയിട്ട് വരുവാ. ജാമ്യം കിട്ടിയില്ലല്ലോ? ഇല്ല, കിട്ടില്ലെന്ന് അറിയായിരുന്നു. 4 പേരെ റിമാൻഡ് ചെയ്ത് സബ്ജയിലേക്ക് കൊണ്ടുവരിക. അച്ഛനെ കണ്ടായിരുന്നോ അങ്കിളെ? കാരണം കണ്ടാലും പറയുന്നതല്ലേ ഉള്ളൂ ജാമ്യം കിട്ടിയില്ലെന്ന്. എത്ര ദിവസം ജയിലിൽ കിടക്കണോ അങ്കിളെ? ഒരു 30 ദിവസം. അല്ല, ജനലെങ്ങനെ പൊട്ടിയേ? അത് കുറെ പേര് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ആരോ കല്ലെറിഞ്ഞു പൊട്ടിച്ചതാ. നിങ്ങളാരും പുറത്തിറങ്ങില്ലല്ലേ? ഇല്ല. നാട്ടുകാരുടെ സൗകര്യമൊക്കെ 2 ദിവസം കൊണ്ട് തീരും. ഇവളങ്ങ് വല്ലാണ്ടായി പോയല്ലോ. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. വന്നതിന്റെ ബാക്കി അങ്ങനെ ചിന്തിച്ചാ മതി. ഇനി സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലേ? പോണം. 1-2 ദിവസം കുറച്ച് കളിയാക്കലോ ചിരിയൊക്കെ ഉണ്ടായിന്ന് വരും. അതെല്ലാം അവഗണിച്ചേക്കണം. സംഭവിച്ചതെല്ലാം ഓർത്തുകൊണ്ടിരുന്ന ഒരിക്കലും മനസ്സമാധാനം കിട്ടത്തില്ല. ഒന്നും ചെയ്യാനും തോന്നത്തില്ല. ബബിത എവിടെ? ആ റൂമിലെങ്ങാനും കാണും. അവൾ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത്. നിങ്ങളിവിടെ വല്ലതും വയ്ക്കോ കഴിക്കോ മറ്റോ ചെയ്തോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് കഴിക്കാൻ ആരുമില്ല. ഇതിപ്പോ നിങ്ങൾ വിഷമിച്ചാലും ഇല്ലെങ്കിൽ നടക്കാനുള്ളതൊക്കെ അങ്ങ് നടക്കും. ഞാനെന്തായാലും ഇപ്പൊ തന്നെ തിരിച്ചു പോവാം. സുലോചന ഇവിടെ നിൽക്കട്ടെ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ചാൽ. പോലീസിനി വരും അങ്ങളെ? ചിലപ്പോ വന്നേക്കും. തെളിവെടുക്കാണെന്നും പറഞ്ഞ് രോഗത്തിനെയും കൂട്ടി വരാനിടയുണ്ട്. അതൊക്കെ അവരുടെ കാര്യം. അങ്കിളെ ചായ കുടിച്ചിട്ട് പോയാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ തരാം. അയ്യോ, എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് അതിനൊന്നും സമയമില്ല. എത്രയും പെട്ടെന്ന് ബാലറ്റിന്റെ അടുത്തെത്തണം. അല്ല, ബാലറ്റിന്റെ ഫോൺ എടുത്തുള്ളവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അലിയുടെ കയ്യിലല്ലേ? അത് ഞാൻ ഓഫാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ടേ ബാലറ്റിന് ഭ്രാന്ത് പിടിച്ച പോലെയാ. ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ഇങ്ങോട്ട് ചെല്ലാം. വേറെ ആരുടെയും മക്കളുടെ കേസായിരുന്നെങ്കിലേ നമ്മളും താല്പര്യത്തോടെ ഇതേപ്പറ്റി പറഞ്ഞേ. ഒരു വീട്ടിലിരുന്ന് വേറൊരു അച്ഛനും അമ്മ ഇതിനേക്കാളും മനസ്സൊന്നും ശ്രമിക്കുന്നുണ്ട്. ആരാന്നറിയണ്ടേ? റേപ്പ് ചെയ്യപ്പെട്ട ആ പെങ്കൊച്ചിന്റെ അച്ഛനും അമ്മയും. അവന്റെ ഭാവി തുലച്ചില്ലേ? അവന്റെ പഠിത്തവും തീർന്നു. ഇനി കേസും വിചാരണയും വിധിയും ജയിലും. അതൊരു നല്ല വീടും കുടുംബവും ആയിരുന്നു. അലീന കയറി വന്നതോടെയാ ആ കുടുംബം ഈ അവസ്ഥയിലായത്.